മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മെ ഓരോ നിമിഷവും തൻ്റെ ഉള്ളം കയ്യിൽ കാത്തു പരിപാലിക്കുന്ന ഈശോയുടെ സ്നേഹവും കരുതലും പങ്കുവയ്ക്കുന്ന ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് നിങ്ങളേവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പുറപ്പാട് 15:26 പറയുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഇന്ന് അബുദാബി നേഴ്സസ് മിനിസ്ട്രിയിലെ നഴ്സുമാർ തങ്ങൾക്ക് ലഭിച്ച ദൈവ അനുഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കവരെ പ്രാർത്ഥനയോടെ ശ്രവിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുന്നിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുന്നിൽ കാഴ്ചയേകിടാം. എൻ്റെ പേര് ക്രിസ്റ്റി. ഞാൻ അബുദാബിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് ഷിമിൽ, മക്കൾ 2 പേര്, എയ്തൻ, എലോറ. വയനാട്ടിലാണ് വീട്, മരകാവ് ഇടവക. ഞാൻ മഞ്ജു, അബുദാബി നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് ഷിജോ, മക്കൾ ജുവാൻ, ഹന്ന. എറണാകുളത്താണ് വീട്, വെണ്ണല ഇടവക. മഞ്ജു ചേച്ചി അബുദാബി വന്നിട്ട് ഒരുപാട് വർഷമായി എന്നല്ലേ പറഞ്ഞേ? ദൈവാനുഭവത്തെ പറ്റി, ഇവിടെ വന്നിട്ട് ചേച്ചിക്കുണ്ടായ ദൈവാനുഭവത്തെ പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞാൻ 2014 അബുദാബി എത്തുന്നത്. ഒത്തിരി ദൈവം കൈപിടിച്ച് നടത്തി ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ വന്ന് ജനിക്കാൻ പറ്റി. പപ്പായും മമ്മിയും എന്നും പള്ളിയിൽ പോകുന്ന പപ്പായും മമ്മിയും കണ്ട് വളർന്നുകൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കാൻ എനിക്ക് സാധിച്ചു. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴാണെങ്കിലും ഒത്തിരി സപ്പോർട്ടീവായിട്ടുള്ളൊരു ഹസ്ബൻഡിനെ കിട്ടി, 2 മാലാഖമാരെ പോലുള്ള 2 മക്കളെ കിട്ടി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് ദാനമായിട്ട് തന്നതാണ്. ഒത്തിരി എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇതുപോലെ വേറൊരു രാജ്യമാണ്. അപ്പം ഇതുപോലെ ദൈവം കൈപിടിച്ച് നടത്തിയ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ ഒരു റീസെൻ്റ്ലി എനിക്ക് വന്ന ഒരു അനുഭവം, ദൈവവചനം അത്ഭുതകരമായ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ഒരു അനുഭവത്തെ പറ്റി ഞാൻ പറയാം. ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കോവിഡ് വന്നത്. അപ്പം ഹസ്ബൻഡിൻ്റെ ബിസിനസ്സിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു സാലറി കൊണ്ട് മാത്രം മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ വേറെ ജോലിക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. ഞാനിങ്ങനെ പല ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്തു. അങ്ങനെ അബുദാബി തന്നെ നല്ലൊരു ഹോസ്പിറ്റലിൽ നല്ലൊരു സാലറിയിൽ എനിക്ക് ജോലിക്ക് ഓഫർ കിട്ടി. അങ്ങനെ അവർ റിസൈൻ ചെയ്യാൻ പറഞ്ഞതനുസരിച്ച് ഞാൻ റിസൈൻ ചെയ്തു. 3 മാസമായിരുന്നു റെസിഗ്നേഷൻ പീരീഡ്. അപ്പം ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകുമായിരുന്നു. അപ്പോൾ 1 മാസം കഴിഞ്ഞപ്പം ഈ ഓഫർ കിട്ടിയ ഹോസ്പിറ്റലിൽ നിന്ന് അവർ പറഞ്ഞു അവർ റിക്രൂട്ട്മെൻറ്റ് ഹോൾഡ് ചെയ്യുകയാണ്, അവർക്കിപ്പം സ്റ്റാഫിനെ ആവശ്യമില്ല, റിക്രൂട്ട്മെൻറ്റ് ഹോൾഡ് ചെയ്യുകയെന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. അപ്പം എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയത്തില്ല. കാരണം ഒരു ദിവസം പോലും ജോലി ഇല്ലാതെ നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു ഞങ്ങളപ്പം. അതെ 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 ചിലവുകൾ ഒത്തിരി വലുതാണ് അബുദാബിയിൽ. അപ്പം മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. അപ്പം ഒത്തിരി പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ ജനിച്ചിട്ടുകൂടെ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിലായിട്ടുകൂടെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. എങ്ങനെ ബൈബിളൊന്ന് തുറന്നു നോക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ വന്നു. ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ഒരു ദിവസം ഞാൻ വെറുതെ ബൈബിൾ തുറന്നു നോക്കിയപ്പോൾ കിട്ടിയ ഒരു ദൈവവചനമുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ
ഫിലിപ്പീൻസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട, നിങ്ങളുടെ യാചനകളും അപേക്ഷകളും ദൈവസന്നിധിയെ സമർപ്പിക്കുവിൻ. അപ്പോൾ നിങ്ങളുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പം ഞാൻ ആ ഒരു ദൈവവചനം വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഒരു ദൈവികമായൊരു സന്തോഷം ഉണ്ടായി. അത്രയും നാളും എനിക്ക് ഒത്തിരി സങ്കടപ്പെട്ടിരുന്ന എൻ്റെ മനസ്സിലോട്ടൊരു ഒരു കൂളിംഗ് ആയിട്ടൊരു ഒരു ഭയങ്കര സപ്പോർട്ടീവായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാനിങ്ങനെ എപ്പോൾ വിഷമം വന്നാലും ആ ഒരു ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ പറയുന്ന പോലെ ദൈവവചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണെന്ന് പറയുന്ന പോലെ ആ ഒരു ദൈവവചനം എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അപ്പം ഞാനിങ്ങനെ പല ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്നെ ഒത്തിരി സഹോദരിയെ പോലെ സ്നേഹിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ആ ചേച്ചിയുടെ ഹോസ്പിറ്റലിൽ ചേച്ചി എൻ്റെ CV കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കൊടുക്കുമ്പം തന്നെ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഫീമെയിൽ സ്റ്റാഫിനെ എടുക്കുന്നത് ഒത്തിരി കുറവാണ്, അപ്പം മോളെ പ്രതീക്ഷയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ട് എനിക്കും പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിൻ്റെ കാരുണ്യം അനന്തമാണ്. അപ്പം ഞാനിങ്ങനെ ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിൻ്റെ 2-ാം ദിവസം എനിക്ക് ആ മെയിൽ സ്റ്റാഫിനെ മാത്രമേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞ് ആ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. അപ്പോൾ 2 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഇൻ്റർവ്യൂവിന് എന്നെ ഇൻ്റർവ്യൂ ചെയ്ത നേഴ്സിംഗ് ഡയറക്ടേഴ്സ് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ 6 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഒരു ഫീമെയിൽ കാൻഡിഡേറ്റിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്ന്. അപ്പം ദൈവത്തിന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലായിട്ട് എനിക്ക് ആ സമയത്ത് അനുഭവപ്പെട്ടു. അങ്ങനെ ആദ്യത്തെ ഇൻ്റർവ്യൂ 2 ഇൻ്റർവ്യൂവും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഞാൻ സെലക്റ്റഡ് ആയി. പിന്നെ ഉണ്ടായിരുന്നൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രോസസ്സിങ് ഒത്തിരി ഡിലേ ആയിരുന്നു. 6 മന്ത് മിനിമം എടുക്കാറുണ്ട് സാധാരണ. 1 ഇയറും 1.5 ഇയറും വരെ വെയിറ്റ് ചെയ്തിട്ട് ജോലി കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പം എൻ്റെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയല്ലായിരുന്നു. അപ്പം അവിടെയും ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ കൂടെ നിന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്ന പോലെ മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ താങ്ങി നിർത്തും. ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹം എന്നെ താങ്ങി നിർത്തി. 6 മാസം വരെ ജോലി ഇല്ലാതെ നിൽക്കേണ്ട വരുമോ എന്ന് പേടിച്ച് എനിക്ക് 6 ദിവസം പോലും ജോലി ഇല്ലാതെ നിൽക്കാൻ എൻ്റെ കർത്താവ് അനുവദിച്ചില്ല. കർത്താവിൻ്റെ അത്ഭുതകരമായ കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ഇങ്ങനെ പറയുമ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതത്തിലും ഇതുപോലെ കർത്താവ് ഇടപെട്ട ഒരുപാട് അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ചെറുപ്പം മുതലേ ഒരുപാട് ദൈവവിശ്വാസത്തിൽ വളരുന്ന അങ്ങനെയൊരു കുടുംബമായിരുന്നു ഞങ്ങളുടെ. പപ്പായും മമ്മിയും എന്നും കുർബാനയ്ക്ക് പോവും. വിശുദ്ധ കുർബാന സ്വീകരിക്കാനും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാനും കുടുംബ പ്രാർത്ഥന മുടക്കാതെ അതെല്ലാം വീട്ടിലെ ആ ഒരു ചിട്ടയായിരുന്നു എപ്പോഴും. ചെറുപ്പം മുതലേ അങ്ങനെയായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും മമ്മി എപ്പോഴും ഞങ്ങളോട് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ അത് ഈശോയ്ക്ക് സമർപ്പിച്ച് ചെയ്യുക. രാവിലെ എണീക്കുമ്പോൾ മുതൽ കൊന്ത എത്തിക്കുന്ന ഒരു മമ്മീനെയായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. മമ്മി അടുക്കളയിൽ പണിയെടുക്കുന്ന ഓരോ സമയവും മമ്മി കൊന്ത ചെല്ലുമായിരുന്നു. എപ്പോഴും ചെറിയൊരു കാര്യം, ഇപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ പോവുകയാണെങ്കിൽ ആ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വഴിക്ക് മമ്മി പറയും, നമുക്കൊരു കൊന്ത ചൊല്ലിപ്പോവാം, അല്ലെങ്കിൽ നമുക്കൊരു എത്രയും തേളം മാതാവെ ചൊല്ലിപ്പോവാം. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈശോ നമുക്ക് വേഗം ഏത് ഡ്രസ്സാന്ന് കാണിച്ചു തരും. അങ്ങനെ അപ്പോൾ മമ്മി ഓരോ പ്രാവശ്യം അങ്ങനെ പറയുമ്പോഴും അന്നൊക്കെ ചെറുതായിരുന്നു, അപ്പോൾ അത് മനസ്സിലായില്ലെങ്കിലും ഇപ്പം നമ്മൾ വലുതായി നമ്മുടെ മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പം എത്രമാത്രമായിരുന്നു മമ്മി നമ്മളെ ദൈവത്തിലോട്ട് അടുപ്പിച്ചതെന്ന് ഇപ്പം അത് മനസ്സിലാവുന്നു. അങ്ങനെ ചെറുപ്പത്തിൽ ഞങ്ങൾ 2 മക്കളാണ്, ഞാനും എൻ്റെ അനിയനും. വിശുദ്ധ കുർബാന ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ മുടക്കാതെ പോയിരുന്നു. അതിൻ്റെ ഈശോയിലോട്ടും മാതാവിലോട്ടും ഒരുപാട് അടുക്കാൻ അതിന് സാധിച്ചിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടാണ് കൂടുതലായിട്ടും ഈശോയുടെ ആ ഒരു സ്നേഹം അനുഭവിക്കാൻ വേണ്ടി പറ്റിയത്. നല്ലൊരു കുടുംബം, ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്, ചേട്ടായുടെ ഡാഡിയും മമ്മിയും ആണെങ്കിലും എന്നും അവർ മക്കൾക്ക് വേണ്ടി കൈവിരിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന ഡാഡിയും മമ്മിയും. അവരുടെ ആ ഒരു മാതൃക കുടുംബജീവിതം ഞങ്ങളെപ്പോഴും കൊതിയോടെ നോക്കിയിട്ടുണ്ട്. അത്രയും വിനയത്തോടു കൂടിയായിരുന്നു എപ്പോഴും. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് മാതൃകയായിട്ടുള്ള ഒരു കുടുംബം. അവിടെ നമ്മളെ ഓരോ നിമിഷവും കർത്താവ് കൂടെ നടന്നു. അതെ, ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹം എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് കൂടുതലായിട്ടും അനുഭവിക്കാൻ പറ്റിയത്. ഞങ്ങൾക്കൊരു പ്രതിസന്ധി ഘട്ടം വരുന്നത് ആദ്യമായിട്ട് ഞാൻ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയ സമയത്ത് 3-ാം മാസത്തെ സ്കാനിങ്ങിൽ എനിക്കൊരു മുഴയുണ്ട്, വയറ്റിലൊരു മുഴയുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അത് നമ്മൾ സർജറി ചെയ്ത് കളയണം, അല്ലെങ്കിൽ കുഞ്ഞിന് പ്രോബ്ലം ഉണ്ടാവും, അല്ലെങ്കിൽ അമ്മയ്ക്ക് പ്രോബ്ലം ഉണ്ടാവും, അങ്ങനെ പറഞ്ഞു. അപ്പം ആദ്യം നമ്മളിത് കേട്ട് കഴിയുമ്പോഴേ എത്രയായാലും നമ്മളൊന്ന് പേടിക്കും.
പക്ഷെ നമുക്ക് ഈശോയിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു കുടുംബം ആയതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് പോയി, എപ്പോഴും പള്ളിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആയതുകൊണ്ട് പള്ളിയിൽ പാട്ട് പാടാനാണെങ്കിലും പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ അതുപോലെ മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈശോ നമ്മളെ സുഖപ്പെടുത്തും, ഈശോ നമ്മളുടെ കാര്യത്തിൽ ഇടപെടും, അങ്ങനെ ഒരു വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ലാണ്ട് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞു. ആ ഒരു മുഴ ഉണ്ടായിട്ട് തന്നെ എനിക്ക് നോർമൽ ഡെലിവറി ആയി. അത് കഴിഞ്ഞിട്ട് നല്ലൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു ഈശോ. ഒരു ആരോഗ്യമുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാണ്ട് ആ ഡെലിവറി ഒരു കുഴപ്പമില്ലാണ്ട് ആ ഡെലിവറി കടന്നുപോയി. 6 മാസം കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ആ മുഴ അവിടെ തന്നെ ഉണ്ടെന്ന് കണ്ടു. പക്ഷേ അത് ഞങ്ങൾ സർജറി ചെയ്ത് എടുത്തു കളഞ്ഞു. എന്നിട്ടും എനിക്ക് ശാരീരികമായിട്ടൊരു ഒരു ബുദ്ധിമുട്ട് പോലും ദൈവം വരുത്തില്ല. അങ്ങനെ ദൈവം ഒരുപാട് അനുഗ്രഹിച്ച സമയങ്ങളായിരുന്നു അത്. ഇതേപോലെ തന്നെയാണ് രണ്ടാമത്തെ ഡെലിവറീൻ്റെ സമയത്തും. രണ്ടാമത്തെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞങ്ങളൊരു ദമ്പതി ധ്യാനത്തിന് പോയി, ഞാനും ഹസ്ബൻഡും കൂടെ. അവിടെ ചെന്നപ്പം അച്ഛൻ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞു, ഒരുപാട് പേർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നു, വലിയ മണലാരണ്യങ്ങൾ കാണുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഒരുപാട് വഴികൾ ഒരുക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ, മണലാരണ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ദൂര രാജ്യത്ത് എങ്ങോട്ടേക്കും ആണ് പോകുന്നത്. അപ്പം ഞാൻ ഈശോയോട് ചോദിച്ചു, രണ്ടാമത്തെ അപ്പം ഡെലിവറി കഴിഞ്ഞ പാടെ ഞാൻ ഗൾഫിലോ അവിടെ എവിടെയെങ്കിലും പോകുമായിരിക്കും, നമുക്കറിയില്ല ആ സമയത്ത്. അങ്ങനെ ഈശോയുടെ ആ ഒരു വലിയ കരുതലോട് കൂടി സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞു. നല്ലൊരു പെൺകുഞ്ഞിനെ ഈശോ ഞങ്ങൾക്ക് തന്നു. ഒരുപാട് എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു പെൺകുഞ്ഞിനെ തന്നു. പക്ഷേ രണ്ടാം ദിവസം ഡെലിവറി കഴിഞ്ഞ് രണ്ടാം ദിവസം എനിക്ക് നടക്കാൻ പറ്റാതായി. കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല. വലത് ഇടുപ്പല്ലിൻ്റെ ഭാഗത്തൊരു മിന്നലടിക്കുന്ന വേദന. അത് ഒരു ദിവസം വൈകുന്നേരം കിടന്ന് എണീറ്റതാണ്. പിന്നെ കാല് കുത്താൻ പറ്റുന്നില്ല, നമുക്കൊരു ഷോക്ക് അടിക്കുന്ന ഒരു അനുഭവം. അപ്പം ഞാൻ ചേട്ടായിനോട് പറഞ്ഞു, എന്തോ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് നടക്കാൻ. അപ്പോൾ ചേട്ടായി പറഞ്ഞ ഡെലിവറി കഴിഞ്ഞാൽ അങ്ങനെ ചെറിയ വേദനകൾ ഉണ്ടാവുമല്ലോ. അപ്പം അവരുടെ ആശുപത്രിൻ്റെ റെക്കോർഡുകളിൽ ഞാൻ ഡിസ്ചാർജാണ്, മോൾ മാത്രം അവിടെ മോൾക്ക് മഞ്ഞ കൂടുതലാണെന്ന് പറഞ്ഞ് അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന്. അപ്പോഴും ഞങ്ങൾ വിചാരിച്ചു ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്താൽ കുറയും. അങ്ങനെ ഡിസ്ചാർജായി വീട്ടിൽ പോന്നു. പക്ഷേ ഓരോ പ്രാവശ്യം കാല് വലിച്ചു നടക്കുമ്പോഴും എനിക്ക് അറിയുന്നുണ്ടായിരുന്നു, ഇത് നമ്മൾ നഴ്സുമാരായതുകൊണ്ട് നമുക്ക് മനസ്സിലാവും എന്തോ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അങ്ങനെ ചേട്ടാ എന്നെ എടുത്താണ് കാറിലോട്ട് ഇരുത്തിയത്. മോളെ മമ്മി പിടിച്ചു. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടും ഒരു തരത്തിലും എനിക്ക് വിരലുകൾ പോലെ അനക്കാൻ പറ്റുന്നില്ല, അതുപോലെ വേദന. 3 ദിവസം അങ്ങനെ ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ ഞങ്ങൾ കടന്നുപോയി. 3-ാം ദിവസമായപ്പം അഭിഷേകാഗ്നിൻ്റെ പ്രാർത്ഥന TV-യിൽ നടക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഇങ്ങനെ കാല് വലിച്ച് നടന്ന് TV-ൻ്റെ സ്ക്രീനിൽ പോയി തൊട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, എനിക്ക് എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ ഇനിയും, അപ്പം എൻ്റെ മനസ്സിൽ വന്നു, ഇനിയും ഞാനിത് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ, കാരണം നമ്മളാണ് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പപ്പയോട് പറഞ്ഞു, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, എനിക്ക് ചെറുതായിട്ടല്ല, ഇതെന്തോ കുറച്ച് കൂടുതലായിട്ടുണ്ട്. അങ്ങനെ പപ്പ എന്നെ എടുത്ത് വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം നമ്മളുടെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയപ്പം ഇൻഫെക്ഷൻ്റെ അളവ് കുറച്ച് കൂടുതലാണെന്ന് കണ്ടു. ഈ കൈക്കുഞ്ഞിനെയും കൊണ്ടാണ് പോകുന്നത്. അവൾ ജനിച്ചപ്പം തൊട്ട് ഞാൻ അവൾക്ക് പാല് കൊടുത്തിട്ടില്ല. നമുക്കതിനുള്ള ആ ഒരു ബുദ്ധിമുട്ടായിരുന്നു. എപ്പോഴും തിരിയാനോ മറിയാനോ ഇരിക്കാനോ ഒന്നിനും പറ്റൂലായിരുന്നു. അങ്ങനെ ഒരു 4 ഹോസ്പിറ്റലിൽ പോയി. ആദ്യത്തെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ കാലിന് പൊട്ടാണെന്ന് പറഞ്ഞിട്ട് വലിയ വെയിറ്റ് ഇട്ട് കാലിലങ്ങനെ ഒരു ദിവസം മൊത്തം അനങ്ങാണ്ട് കിടത്തി. ഞാൻ ഒരുപാട് ഉറക്കെ നിലവിളിച്ച് കരഞ്ഞ സമയങ്ങളായിരുന്നു അത്. കൂടെയുള്ളവർക്കൊന്നും മനസ്സിലാവുന്നില്ല. MRIക്ക് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല. MRI ചെയ്താലേ മനസ്സിലാവുള്ളൂ ഇതെന്താ സംഭവിച്ചേക്കുന്നതെന്ന്. അങ്ങനെ MRIൻ്റെ റിസൾട്ട് വന്നു. അപ്പം മനസ്സിലായി, ഇടുപ്പലിനും കാലിനും നട്ടലിനും ഇടുപ്പലിൻ്റെയും ഇടയ്ക്ക് പഴുപ്പ് കയറിയേക്കുവാണ്. ഒരാഴ്ചയും കൊണ്ട് മൊത്തം പഴുപ്പായി മാറി. അപ്പം കുറച്ചുകൂടെ നല്ല ആശുപത്രിയിൽ പോകണം, അവിടെയൊന്നും ട്രീറ്റ്മെൻ്റ് ഇല്ല. അങ്ങനെ ഒരു വലിയ ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ എന്നെ പഠിപ്പിച്ച ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ കണ്ടപാടെ എന്നോട് പറഞ്ഞു, എന്നെ അറിയായിരുന്നു, കണ്ടപാടെ പറഞ്ഞു, അതെ, അതും ദൈവം അവിടെ ഒരുക്കി ഒരാളെ നിർത്തിയ പോലെ എന്നോട് പറഞ്ഞു, ഇത് കുറച്ച് ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന നോർമൽ ഡെലിവറിയുടെ ഒരു കോംപ്ലിക്കേഷനാണ്, അതാണ് മോൾക്ക് വന്നിരിക്കുന്നത്. കുറച്ച് മാസങ്ങളോളം നമുക്ക് മരുന്നുകൾ എടുക്കേണ്ടി വരും. പിന്നെ അങ്ങോട്ട് ഒരു സഹനത്തിൻ്റെ കാലമായിരുന്നു. ഞാൻ മമ്മീനോട് പറഞ്ഞു, കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ പോയിക്കോ, ഞാനും ചേട്ടായി ഇവിടെ നിന്നോളാം.
അങ്ങനെ ഒരു 2 മാസത്തോളം പിന്നെ ആ ഹോസ്പിറ്റൽ ജീവിതം അത് ഞങ്ങൾ ഉറക്കം നിലവിളിച്ച് പ്രാർത്ഥിച്ച നാളുകളാണ്. ഒരു കസിൻ ആൻറ്റിയും കൂടി ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. ഞങ്ങൾ ഉറക്കെ ദൈവവചനം പറഞ്ഞ് തൊട്ട് എൻ്റെ ഇടുപ്പല്ലിൻ്റെ ഭാഗത്ത് തൊട്ട് ആൻറ്റി പ്രാർത്ഥിക്കും. ആരാധനാ മഠങ്ങളിലൊക്കെ വിളിച്ചു പറഞ്ഞു, അച്ഛന്മാരോട് വിളിച്ചു പറഞ്ഞു, വിശുദ്ധ കുർബാനകളിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നിട്ടും ഞാൻ കാല് കുത്തുന്നില്ല. കിടന്ന് കാലൊരു മരത്തടി പോലെയായി. നമുക്ക് വിരലുകൾ പോലെ അനക്കാൻ പറ്റില്ല. ചേട്ടായി എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു കുറേ നാളുകൾ. ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പം ക്രിസ്റ്റിക്ക് എങ്ങനെയാ ഈശോയോട് പ്രാർത്ഥിക്കാനും ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കാനും ഒക്കെ പറ്റിയത്? എനിക്കിപ്പോഴും അത്ഭുതമായിട്ട് എൻ്റെ മനസ്സിൽ ഒരിക്കൽ പോലും ഞാൻ ഈശോയോട് എന്തുകൊണ്ടാണ് ഈശോയെ എനിക്കിങ്ങനെ വന്നത്. അപ്പോഴും ഹസ്ബൻഡ് എന്നോട് പറയുമായിരുന്നു, ഇത് നിൻ്റെ ജീവിതത്തിലെ വലിയൊരു സാക്ഷ്യമായി മാറ്റാൻ വേണ്ടിയിട്ട് ഈശോ നമ്മളെ ഒരുക്കുവാണ്. ഇതിനി വലിയ കുറേ പേരുടെ മുന്നിൽ നീ ഒരു സാക്ഷ്യമായിട്ട് പറയും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം നോർമലാവും. എന്നെക്കാളും വിശ്വാസവും ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഹസ്ബൻഡായിരുന്നു. അങ്ങനെ ഒരു 2 മാസം കഴിഞ്ഞ് MRI റിപ്പീറ്റ് ചെയ്ത് നോക്കിയപ്പം വീണ്ടും പഴുപ്പ് ഇടതുവശത്തോടും കൂടെ ബാധിച്ചു. ഒട്ടും നടക്കാൻ വയ്യാത്ത അവസ്ഥ വന്നു. എന്നിട്ടും തളരാതെ തന്നെ ആ ഡോക്ടർ നമ്മളോട് പറഞ്ഞു, ഇനി നമുക്ക് സർജറിയിലോട്ട് പോവാം, ഇനി മരുന്ന് കൊണ്ട് കാര്യമില്ല. നമ്മുടെ എല്ലാ വെയിനുകളും കരിഞ്ഞായിരുന്നു. അതുപോലെ നമ്മൾ 3-4 മാസം വലിയ വലിയ ആൻറ്റിബയോട്ടിക്കുകളായിരുന്നു എടുത്തിരുന്നത്. അങ്ങനെ സർജറി ചെയ്ത് 3 മാസം കഴിഞ്ഞ് ആദ്യത്തെ ദിവസം ഞാൻ കാല് കുത്തി. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, കാല് കുത്തി ഞാൻ വോക്കർ പിടിച്ച് കാല് കുത്തിയ സമയത്ത് ഞാൻ ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറഞ്ഞു. എന്നെ എണീപ്പിച്ചല്ലോ, വീണ്ടും എന്നെ എണീപ്പിച്ച് നടത്തി. അപ്പം അങ്ങനെ പിന്നെ മെല്ലെ കുറേ നാൾ വോക്കർ, പിന്നെ വീൽ ചെയർ. അങ്ങനെ അപ്പോഴൊന്നും ഞാൻ കുഞ്ഞിനെ എടുത്തിട്ടില്ല. 6 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ കുഞ്ഞിനെ ആദ്യമായിട്ട് എടുക്കുന്നത്. അങ്ങനെ ഈശോ വീട്ടിൽ കാണാൻ വന്ന എല്ലാ അച്ഛന്മാരും സിസ്റ്റർമാരൊക്കെ കാണാൻ വന്നപ്പോൾ അവർ പറഞ്ഞു, ക്രിസ്റ്റിയുടെ സഹനം കൊണ്ട് ഒരുപാട് ആത്മാക്കൾ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനിയും പ്രാർത്ഥിക്കുക, സഹനങ്ങൾ കൂടുതൽ ശക്തിയോടുകൂടി ഏറ്റുവാങ്ങുക. അങ്ങനെ പിന്നെ ഒരു സഹനത്തിൻ്റെ കാലമായിരുന്നു. അപ്പം ഞാൻ ഈശോയോട് ചോദിച്ചു, ഓരോ പ്രാവശ്യം ഇങ്ങനെ കാല് വെച്ച് നടക്കുമ്പോഴും ഈശോയോട് ഞാൻ ചോദിച്ചു, ഇനി എനിക്ക് മണലാരണ്യങ്ങളിൽ എന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞില്ലേ, അപ്പം ഇനി എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ലേ, ഇനി എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ലേ. ഡാൻസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ ഈശോയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ, ഇപ്പം ഞാൻ ഈ അബുദാബിയിൽ ജോലി ചെയ്യുമ്പോൾ എനിക്കതെല്ലാം ഈശോ പറഞ്ഞു തരുവാണ്. ഇതായിരുന്നു ഞാൻ പറഞ്ഞ സ്ഥലം, ഇതായിരുന്നു നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയ സ്ഥലം എന്ന് ഈശോ ഇങ്ങനെ പറഞ്ഞു തരുവാണ്. അങ്ങനെ കുറേ നാളുകൾ മുന്നോട്ട് പോയി. ഞാനിവിടെ അബുദാബിയിൽ വന്നു. അങ്ങനെ ഈശോയുടെ വലിയൊരു കരസ്പർശം, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ എഴുന്നേൽപ്പിക്കും. മരുന്നോ ലേപനൌഷധമോ അല്ല, അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഞാനും 16:12 വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരുപാട് ഈശോ ഉയർത്തി. ദൈവത്തിനൊന്നും അസാധ്യമല്ല. അതെ, ദൈവത്തിന്റെ ഒരു ഉദ്ദേശവും നടക്കാതിരിക്കത്തില്ല. അതെ, ദൈവത്തിനെല്ലാം സാധ്യമാണ്. ക്രിസ്റ്റിക്ക് ഡാൻസ് ഒക്കെ കളിക്കാൻ ഒത്തിരി ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്. പിന്നെ ഈ ഹെൽത്തൊക്കെ വെച്ചിട്ട് എങ്ങനെയാ ക്രിസ്റ്റിക്ക് ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റിയോ? അതാണ് ചേച്ചി ഏറ്റവും വലിയൊരു ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ. എൻ്റെ മനസ്സ് ഞാൻ ഈശോയോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു അത്. ഇനി എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമോ, ഇനി എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റുമോ? ഞാൻ അന്നാ ചോദിച്ച 2 ചോദ്യത്തിനും ഉത്തരം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റും. ഇവിടെ അബുദാബിയിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നേഴ്സസ് മിനിസ്ട്രിയിൽ ഇവിടെ വന്നപ്പം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ് എന്നോടൊരു ചേച്ചി. ഇവിടെ ഒരു പ്രോഗ്രാമുണ്ട്, ഒരു സെൻറ്റ് തോമസ് ഡേ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്, അതിനൊരു മാർഗ്ഗംകളി പഠിപ്പിക്കാൻ പറ്റുമോ? അപ്പം എനിക്ക് ആകെ മര്യാദയ്ക്ക് അറിയുന്ന ഒരു ഡാൻസ് മാർഗ്ഗംകളിയാണ്. ഞാനത് പണ്ട് മുതലേ പഠിച്ചിട്ടുമുണ്ട്, കളിപ്പിച്ചിട്ടുമുണ്ട്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ വന്നു, അത് ഈശോ എനിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ പഠിപ്പിക്കാം. അപ്പം എനിക്കിങ്ങനെ ഒരു സർജറി ചെയ്തതാണോ, എനിക്ക് നടക്കാൻ പറ്റാണ്ടായതാണോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഞാൻ ഒരു 6 പേര് ഞങ്ങൾ മാർഗ്ഗംകളി പഠിപ്പിച്ചു. ഒരു 2 മാസത്തോളം അതിൻ്റെ പ്രാക്ടീസ്. അത് കഴിഞ്ഞ് ഇവിടുത്തെ വലിയൊരു ഒത്തിരി വിജയമായിരുന്നു ആ ഒരു മാർഗ്ഗംകളി. എല്ലാവരും വന്ന് ചോദിച്ചു, എങ്ങനെയാണ് ഇത്ര നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതെന്ന്. അപ്പോൾ ഈശോയുടെ ആ ഒരു വലിയ കരുതൽ എനിക്ക് മനസ്സിലായി. മാർഗ്ഗംകളി കളിച്ച് കഴിഞ്ഞപ്പം എനിക്ക് ഈശോ എൻ്റെ ആരോഗ്യം പൂർണ്ണമായിട്ട് തിരിച്ചു തന്നെന്ന് എനിക്ക് മനസ്സിലായി. ആ മാർഗ്ഗംകളി കളിച്ച സമയത്തോ അതിനുശേഷമോ ഒരിക്കൽ പോലും എനിക്ക് നടുവേദനയോ കാലിനൊരു വേദനയോ ഒന്നും ഉണ്ടായിട്ടില്ല. അത്രയും സ്ട്രെയിൻ ചെയ്ത് നമ്മൾ ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് കളിക്കുന്ന ഒരു ഡാൻസാണത്. അപ്പം ഈശോ പൂർണ്ണമായിട്ട് എന്നെ സൗഖ്യപ്പെടുത്തിയെന്ന് എനിക്കങ്ങനെ വിശ്വസിക്കാൻ സാധിച്ചു.
എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന് ഈശോ പറഞ്ഞതുപോലെ ക്രിസ്റ്റിയുടെ ജീവിതത്തിലും ഈശോ ക്രിസ്റ്റിയെ തിരിച്ചു കൊണ്ടുവന്നു പഴയ ജീവിതത്തിലേക്ക്, അല്ലേ? അതെ, അത് ശരിയാ ചേച്ചി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചേച്ചി നഴ്സസ് മിനിസ്ട്രിയിൽ വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും ഈശോയെ എങ്ങനെയാണ് രോഗികൾക്ക് കൊടുക്കാൻ പറ്റുന്നത് അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ നേഴ്സിംഗ് മിനിസ്ട്രി വന്നത് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് പരിചയപ്പെട്ട ഒരു ചേച്ചി പറഞ്ഞിട്ടാണ് നേഴ്സിംഗ് മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു മീറ്റിംഗ് നമുക്കുണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ ഓഫ് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ നേഴ്സിംഗ് മിനിസ്ട്രിയുടെ മീറ്റിങ്ങിനും ഒക്കെ വരാറുണ്ടായിരുന്നു. അങ്ങനെ വന്ന പ്രെയർ മീറ്റിങ്ങിൽ നിന്നാണ് എനിക്ക് ദൈവവചനത്തെപ്പറ്റി കൂടുതലായിട്ടും അറിയാനും ആഴപ്പെടാനും പറ്റിയത്. നേഴ്സിംഗ് മിനിസ്ട്രിയുടെ ഒരു 1 ഡേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന് പോയപ്പോൾ എനിക്ക് കിട്ടിയൊരു ബോധ്യമാണ് പേഷ്യൻസിൻ്റെ പൾസ് പിടിച്ചിട്ട് ദൈവവചനം പറയുക എന്നുള്ളത്. അപ്പം അത് കിട്ടിയപ്പോൾ തുടങ്ങി ഞാനതങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കൊരു റീസെൻ്റ്ലി ഒരു പേഷ്യൻ്റ് വന്നു, ഒത്തിരി സിക്കായിരുന്നു പേഷ്യൻ്റ്, ഒരു ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയിട്ട് ഒട്ടും ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഡോക്ടേഴ്സൊക്കെ മരിച്ചു പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ പേഷ്യൻ്റാണ്. അപ്പം ഞാൻ എല്ലാ ദിവസവും പേഷ്യൻ്റെ അടുത്ത് പോകുമ്പോഴെല്ലാം ഞാൻ പൾസ് പിടിച്ചിട്ട് ആ പേഷ്യൻ്റെ പൾസ് പിടിച്ചിട്ട് എനിക്കറിയാവുന്ന ദൈവവചനം എല്ലാം പറയാൻ തുടങ്ങി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. ഒരിക്കലും ജീവിതത്തിലോട്ട് തിരിച്ചു വരത്തില്ല എന്ന് പറഞ്ഞ ആ ഒരു രോഗി പൂർണ്ണമായും സുഖപ്പെട്ടു. റീസെൻ്റ്ലിയാണ് ഞങ്ങൾ ആ പേഷ്യൻറ്റിനെ ICU നിന്ന് ലോങ് ടേമിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അത് എൻ്റെ ജീവിതത്തിൽ വന്ന വലിയൊരു അനുഭവമാണ്, ഈ ദൈവവചനം പറഞ്ഞ് ഒരു രോഗി സുഖപ്പെട്ടു എന്നുള്ളത്. അതെ, ദൈവത്തിൻ്റെ വലിയൊരു പ്രേരണ കൊണ്ടാണല്ലോ ചേച്ചിക്ക് ചെന്ന് ആ ദൈവവചനം പറയാനും രോഗിക്ക്. അപ്പം നമ്മൾ അതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിലും. ഞാനിവിടെ നഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷം ഒരുപാട് പുതിയ ബോധ്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പം ഞാനും വർക്ക് ചെയ്യുന്നത് ഒരു ICUലാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് തരത്തിലുള്ള രോഗികളുമായിട്ടുള്ള ഒരു കെയറിങ് വരുന്നുണ്ട്. ആ സമയത്ത് ഓരോ രോഗികളുടെ റൂമിലോട്ട് കയറുമ്പോഴും ഞാൻ ഈശോയോട് പറയും, ഈശോയെ ഞാൻ ഈ രോഗിയെ അങ്ങേക്ക് തരുന്നു, ഞാൻ ഈ രോഗിയെ അങ്ങേക്ക് തരുവാണ്, ഈശോ നോക്കിക്കൊള്ളണേ. ഇപ്പോൾ പെട്ടെന്ന് ഒത്തിരി ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു രോഗിയാണ്, അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡർ ഒത്തിരി ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാളാണെങ്കിലും നമ്മൾ ചെന്നൊന്ന് ചിരിച്ച് സംസാരിച്ച് അവരോട് നമ്മുടെ മുഖം കാണുമ്പോൾ തന്നെ അവർ വളരെ ശാന്തരാവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്, ഈശോ അവരിൽ ഇടപെടുന്നത് കൊണ്ടാണെന്ന് എനിക്ക് ഒരുപാട് പ്രാവശ്യം എനിക്കങ്ങനെ. ഞാൻ കൂടുതലായിട്ടും കുഞ്ഞുങ്ങളെ നോക്കുന്ന ICUലാണ്. അവരുടെ ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ നമുക്ക് സമാധാനിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മൾ കൊടുക്കുന്ന നമ്മൾ ചെയ്യുന്ന ഓരോ പ്രൊസീജിയറുകളും അവർക്കത് മനസ്സിലാവാനും അങ്ങനെ ഈശോയെ ഒരുപാട് കാര്യങ്ങളിൽ രോഗികളിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ മറന്നിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. ആ ബുദ്ധിമുട്ടുകളുടെ ഇടയ്ക്ക് നമുക്ക് ദൈവത്തെ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതൊരു വലിയൊരു കാര്യമാണ്. അതെ. അപ്പം എല്ലാവരും ചോദിക്കാറുണ്ട്, രാവിലെ എന്ത് കഴിച്ചിട്ടാണ് വരുന്നത്? എപ്പോഴും രാവിലെ വരുന്ന ആ ഒരു എനർജി തന്നെ വൈകുന്നേരം വരെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അത് നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്കത് മറ്റുള്ളവരിലോട്ട് കൊടുക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രാർത്ഥന സഹായമാണെങ്കിലും ഓടി വന്നിട്ട് ക്രിസ്റ്റി ഒന്ന് പ്രാർത്ഥിക്കണേ, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണേ, അത് നമ്മൾ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടല്ല, അവർക്കറിയാം നമ്മളിലുള്ള ഈശോയെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ. അപ്പം ഈശോ, ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഈശോ, ഞാനൊരു ധ്യാനത്തിന് പോയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യം ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് അനർത്ഥമാണെന്നായിട്ട് എനിക്ക് തോന്നി. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സ്ഥലത്തേക്ക് വിടുന്നു, കുറേ പേർക്ക് പ്രാർത്ഥിക്കാൻ, കുറേ രോഗികൾക്ക് ആശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈശോ നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ഈ നഴ്സസ് മിനിസ്ട്രിയിലൂടെ എനിക്ക് ഒരുപാട് അനുഭവിക്കാൻ സാധിക്കുന്നു. ഈശോ എത്ര അധികമായിട്ടാണ് നമ്മളെ സ്നേഹിക്കുന്നത്, അല്ലേ? നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടൊരു പാട്ട് പാടാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കെങ്കിലും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ.
ലഭിച്ച എല്ലാ ദൈവാനുഗ്രഹങ്ങൾക്കും നമുക്ക് അവിടുത്തോട് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളിലും ഓരോ രോഗാവസ്ഥകളിലും പതറാതെ കൂടുതൽ വിശ്വാസത്തോടെ കൂടുതൽ പ്രത്യാശയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദൈവം കൂടുതൽ ശ്രദ്ധാലുവാണ്. ഇതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.